ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതു ജയന്റെ വീട് നാട്ടുകാർ തല്ലിത്തകർത്തു. പോലീസാണ് എത്തി നാട്ടുകാരെ ഇപ്പോൾ മാറ്റിയത്. സ്ഥലത്ത് പോലീസിന്റെ കനത്ത സുരക്ഷയാണ്. YS അഭിനന്ദുണ്ട് വിവരങ്ങളുമായി. അഭിനന്ദ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് രാത്രിയോടുകൂടിയാണ് നാട്ടുകാർ ഋതു ജയന്റെ വീട്ടിലേക്ക് എത്തിയത്. പറവൂർ ചേന്ദമംഗലത്തെ കൂട്ടക്കൊലപാതകത്തിലെ പ്രതിയാണ് ഋതു ജയൻ. നാളെ കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതിയെ സമീപിച്ച് ഉൾപ്പെടെ ഈ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കി തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഈ സ്ഥലത്ത് എത്തിക്കുന്ന ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രതിഷേധം. ഇതിനോടകം തന്നെ പോലീസ് മുൻകൂട്ടി കരുതിയിരുന്നു. പോലീസ് അവിടെ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി നാട്ടുകാർ അവിടെ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധത്തിൽ അവിടെ ഈ വീട് മുഴുവനായും അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ട്. ഉടൻ തന്നെ പറവൂർ പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഇപ്പോഴും അവിടെ ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്കിപ്പോൾ നൽകുവാൻ സാധിക്കും. എന്തായാലും പോലീസിന്റെ ഒരു കനത്ത സുരക്ഷ ഇപ്പോൾ സ്ഥലത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കസ്റ്റഡി അപേക്ഷ നാളെ പറവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. നാളെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് ഋതുവിനെ ആവശ്യപ്പെട്ട തെളിവെടുപ്പടക്കം ഈ പറവൂരിലെ ചേന്ദമംഗലത്തെ വീട്ടിലെത്തിച്ച് നടത്താനിരിക്കുകയാണ്. ഇത്തരത്തിലേക്ക് പ്രതിഷേധവുമായി എത്തുകയും വീട് തല്ലി തകർക്കുന്ന സാഹചര്യവും ഉണ്ടായത്. രാത്രിയോട് കൂടിയാണ് നാട്ടുകാർ അവിടെ എത്തിയത്. പോലീസ് ഇപ്പോഴും അവിടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.